മസ്തിഷ്കത്തിന്റെ ദാറ്റ് ഈസ് ബ്രെയിനിന്റെ 3 പ്രധാന ഭാഗങ്ങളാകുന്നു സെറിബ്രം, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാകുന്നു സെറിബ്രം. സെറിബ്രമാണ് ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം. സുബോധം, ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത, വിവേചനം, ഗന്ധം, രുചി, സ്പർശം, ചൂട് തുടങ്ങിയ എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും തുടങ്ങിയ എല്ലാ വോളണ്ടറി ആക്ഷൻസിന്റെയും കേന്ദ്ര സ്ഥാനമാകുന്നു സെറിബ്രം. വോളണ്ടറി ആക്ഷൻസിന് മലയാളത്തിൽ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയും. എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സ്ഥാനമാകുന്നു സെറിബ്രം. സെറിബ്രത്തിന്റെ ഇടതു വലതു അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാകുന്നു കോർപ്പസ് കലോസം. കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിന്റെ ഇടതു വലതു അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സെറിബെല്ലം എന്താണെന്ന് നോക്കാം. സെറിബെല്ലം എന്ന് പറയുമ്പോൾ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു സെറിബെല്ലം. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു സെറിബെല്ലം. സെറിബെല്ലത്തെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. സെറിബെല്ലമാണ് ശരീരത്തിന്റെ തുലന നില പാലിക്കുവാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇൻവോളണ്ടറി ആക്ഷൻസ് ആകുന്നു ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആകുന്നു. സുഷുമ്നയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിനുള്ളിലാണ്. റിഫ്ലക്സ് ആക്ഷൻസ് നിയന്ത്രിക്കുന്നതും സുഷുമ്നയാണ്. സുഷുമ്നയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. സുഷുമ്നയുടെ ഏകദേശം നീളം എന്ന് പറയുന്നത് 43 മുതൽ 45 സെന്റിമീറ്റർ വരെയാകുന്നു. തലാമസ് കാണപ്പെടുന്നത് സെറിബ്രത്തിന് തൊട്ടു താഴെയായിട്ടാണ്. തലാമസ് കാണപ്പെടുന്നത്. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാകുന്നു തലാമസ്. തലാമസ് എന്ന് പറയുമ്പോൾ സെറിബ്രത്തിൽ നിന്നുമുള്ള ഇമ്പൾസിനെ പുനഃപ്രസരണം നടത്തുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു തലാമസ്. സെറിബ്രത്തിൽ നിന്നുമുള്ള ഇമ്പൾസിനെ പുനഃപ്രസരണം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ഇമ്പൾസിനെ തടയുന്നത് തലാമസാകുന്നു. ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ഇമ്പൾസിനെ തടയുന്നത് തലാമസാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് തലാമസ്. ഈ തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാകുന്നു ഹൈപ്പോതലാമസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാകുന്നു തലാമസ് എന്നുള്ള കാര്യം. ഈ തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാകുന്നു ഹൈപ്പോതലാമസ്. പീയൂഷ ഗ്രന്ഥിയുമായി നാഡികളാലും രക്തക്കുഴലുകളാലും ബന്ധിപ്പിച്ചിരിക്കുന്നതും തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നതുമായ നാഡീ കേന്ദ്രമാകുന്നു ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ശരീരോഷ്മാവ് നിയന്ത്രണം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാകുന്നു ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആകുന്നു വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് വൃക്കകളെ സഹായിക്കുന്ന ഹോർമോണാകുന്നു വാസോപ്രസിൻ. അതിനെ ADH എന്ന് പറയും. ശരീരത്തിലെ ജലത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതിന് കിഡ്നിയെ സഹായിക്കുന്ന ഹോർമോണാകുന്നു വാസോപ്രസിൻ. മനുഷ്യന്റെ ബ്രെയിനിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 1.5 കിലോ ആകുന്നു. 1500 ഗ്രാമാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ നാഡിയുടെ പേരാകുന്നു സയാറ്റിക് നാഡി. ഏറ്റവും നീളം കൂടിയ നെർവിന്റെ പേരാകുന്നു സയാറ്റിക് നെർവ്.